കുറച്ച് നേദ്യച്ചോറ് തരട്ടെ. ഇപ്പോ നിമിഷകവതിയൊന്നും തോന്നാറില്ലേ? തെക്കേ മുറ്റം വിട്ടെങ്ങും പോകാത്തൊരാൽമരം, ഇലക്കൈ വിരലാലെണ്ണി നാമം ചൊല്ലുന്നൊരാപ്പകൽ. കവിത നന്നായിരിക്കണു. എന്റെ അല്ല, കുഞ്ഞിരാമൻ നായരുടെ. ഉപ്പും പച്ചമുളകും വേണമെങ്കിൽ ഷാരത്തിന് വാങ്ങിച്ചോളൂ. നെയ്യും വന്ന് നേതച്ചോറുണ്ടായ നാലത്തോരൽ ആശാന് കൊടുത്തു. പാവം. പലഹാരം ഉണ്ടാക്കാനൊന്നും ആളില്ല. ചായയുടെ വെള്ളം തളച്ചത്തിട്ട് തരട്ടോ ഞാൻ. അതിന് തന്നെ ചെക്കൻ വാലിമേന്ന് വിടാതെ എന്നും അടിയന്റെ കൂടെ പോരാ. ആഹാ, അവിടെ നിന്നിട്ടോ. പലഹാരത്തിന് അരയ്ക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഒരു പണിക്കാരുടെ കിട്ടാണ്ട് വലഞ്ഞു കളി. ആരെങ്കിലും കിട്ടിയിട്ട് മതി പോവാന്ന് അടിയനും ആ മീനാക്ഷി ഇമ്പ്രാളത്തിയോട് പറഞ്ഞതാ. കേക്കണ്ടേ? ചോദിച്ചാ എന്തും ഞാൻ കൊടുക്കും. പിന്നീട് കളവ് കാട്ടുവച്ച എങ്ങനെയാ നിർത്തുക? അന്നറിയാൻ മാത്രം ഞാൻ ഇത്തിരി പറഞ്ഞു. തോട്ടങ്ങല്ലോ മൂഞ്ചിയും മോറും വീർപ്പിക്കാൻ ആരായാലും പറയില്ലേ? കാളിയെ, ആ തൊഴുത്തിലെ ചാണകം വാരി പശുക്കുട്ടി അഴിച്ചു കെട്ട്. എന്നിട്ട് മതി ബാക്കി മുറ്റടിക്ക. ഇമ്പ്രാളത്തിയമ്മോ, ഈ പയ്യ കുത്താൻ വരുവാ. എന്നാ അവിടെ നിന്നോട്ടെ, അച്ഛനാലും വന്നിട്ട് കെട്ടിക്കോട്ടെ. മാളൂട്ടിയമ്മേ, മാളൂട്ടിയമ്മേ. ആ, അച്ഛനാര് വന്നോ? എന്തായി അച്ഛനാരെ? പലരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വടക്കുമുറി ദേവിയമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്. കഞ്ഞി കുടിക്കാൻ വഴിയില്ല. എന്നാലും അടുക്കള പണിക്ക് പറഞ്ഞേക്കില്ല. ഇനി എന്താ ചെയ്യാ? ആരോടെങ്കിലും പറഞ്ഞു നോക്കാം. ഇനി പരിദാസനം കൂടി ഇങ്ങോട്ട് വന്നാ നാഴേക്ക് 40 വട്ടം ചായ വേണം. അവനെ കാണാൻ ആളുകൾ വരും. അവർക്ക് ചായ, 2 കൂട്ടം കൂട്ടാൻ. എനിക്കാണ് ഇത്തിരി നേരം അടുക്കളയിൽ നിന്നാ മതി, തോട്ടങ്ങും കാല് ചുട്ടു നീറാൻ. അത് അടിവാദത്തിന്റെയാ. വൈദ്യമഠത്തിന്റെ തൈലം തീർന്നാ പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾ നായരാവണം നമ്പ്യാരാവണം എന്നൊക്കെ പറഞ്ഞ ഇക്കാലത്ത് കിട്ടില്ല. വൃത്തിയും വെടുപ്പും ഉള്ള ആരായാലും മതി. ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയൂന്ന് വിചാരിച്ചിരിക്കുക. എന്നാ വഴിയുണ്ടാവും. പണ്ടൊക്കെ വേറെ ജാതിക്കാരനകത്ത് കടക്കൂ. ഹരിദാസന്റെ കൂടെ പഠിക്കുന്നവര് വന്ന നേരെ മുകളിലേക്കല്ലേ വിളിച്ചുകൊണ്ടുപോവാ. കഴിഞ്ഞ ഓണക്കാലത്ത് വന്നവർ അച്ഛനാര് കണ്ടു. അവര് പോയപ്പോ ഹരിദാസൻ പറയാ, അതിലൊരാള് മാപ്പിളയാന്ന്, ഒരാള് ചെറുമനും. പറഞ്ഞിട്ടില്ല, അറിയില്ല കേട്ടോ. നല്ല തറവാടുത്തുള്ള കുട്ടികള്. അച്ഛനാര് വരും, ഒരു ഗ്ലാസ് ചായ തരാം. മാളയോടുത്തിയേ, മാളയോടുത്തിയേ. കുട്ടിശങ്കരമേനോൻ വരണ്ടേ? വടക്കേർത്ത് എത്തിയപ്പോ വയറ്റിന്ന് കാളിച്ച മാതിരി. കഞ്ഞിലെവിടുണ്ടോ തൃപ്പിട്ടെടുക്കേ? ചെറുമിക്ക് കൊടുക്കാനുള്ള കഞ്ഞേ ഉള്ളൂ. ഇതാ, ഇത് കഴിച്ചോളൂ. എന്തൊരു താളം താളം. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെയാ. എപ്പോഴാ വിശപ്പ് വരിക, എദ്യാ വിശപ്പ് വരിക ഒന്നും പറയാൻ പറ്റില്ല. വിശപ്പ് ഇങ്ങോട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ വാരി വെച്ച് നിന്നോ, ചോറോ കഞ്ഞിയോ, ഇല്ലെങ്കിൽ അപ്പ തലയിറങ്ങി വീഴും. 2 ദിവസം ഇല്ലേ ചുനാര്? എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിനകത്ത് എന്തെങ്കിലോ വാരി ഒളിച്ച് വെളിയിലേക്ക് ഇട്ടുക. അപ്പോ കുട്ടിശങ്കരമേനോ നോക്കിയില്ലേ? അതിനെങ്ങനെയാ? സൂചി കുത്തിയാവിന്റെ ബോധം കെടുത്തി ഉറക്കിയില്ലേ? അല്ലേ ഞാൻ നോക്കില്ലേ? ഇങ്ങനെ നാട് മുഴുവൻ തെണ്ടണ നേരം കൊണ്ട് ആ പറമ്പിൽ ഇത്തിരി കൊത്തും കിളയും ചെയ്തുകൂടി. പലഹാരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടില്. ഇവിടെ ഒന്നുമില്ല.
ഭാഗം കഴിഞ്ഞ് പോയത് വെച്ചാലും എനിക്ക് മാളൂർത്തി വേറെ ഒന്നും വിചാരമില്ല കേട്ടോ അച്ഛനാരെ. ആവോ ആ ചുടുവെള്ളം കൂടി ചെന്നപ്പോ ഒരു വിയർപ്പും ഒരു ആശ്വാസവും. എന്നാ ഞാൻ